ദില്ലിയിൽ ഇന്നും പാറ്റകൾ അക്രമാസക്തമായ സമരം നടത്തുകയാണ്. ഇതുവരെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് 5 പോലീസുകാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ സമരം എന്ന് പറയുന്നത് CJP എന്ന് പറയുന്ന PR ഗ്രൂപ്പ് നടത്തുന്ന സമരമല്ല. ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മോദിയെ അട്ടിമറിക്കാൻ നടത്തുന്ന സമരമാണ്. അതിൻ്റെ ലക്ഷ്യം നീറ്റ് അല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. മോദിക്കെതിരാണ്, മോദിയെ വീഴ്ത്തും, മോദിയെ വീഴ്ത്തണം, മോദി ഇനി തുടരാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തുന്ന കൂട്ടത്തിൽ കർഷകരുണ്ട്, ആം ആദ്മിയുണ്ട്, കോൺഗ്രസ് ഉണ്ട്, സകല അൽഗുലത്ത് രാജ്യവിരുദ്ധ ശക്തികളുണ്ട്. അപ്പം മോദി എന്താ ചെയ്യുന്നത്? ഒരുപാട് പേർ പറയുന്നു മോദിയെ പറ്റില്ല, മോദിയെ മടുത്തു. ഇങ്ങനൊരു മോദിയെ 12 വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും ഇങ്ങനൊരു മോദിയെ ഇനി കാണാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നരേന്ദ്രമോദിയുടെ കട്ട ആരാധകർ പറയുന്നു, BJP അനുഭാവികൾ പറയുന്നു, ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർ പറയുന്നു. എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് കേട്ടോ. മോദിയെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, കാരണം മോദി ഇത്രത്തോളം സഹാനുഭൂതിയോടെ, ക്ഷമയോടെ, കരുണയോടെ പ്രവർത്തിച്ചിട്ടും രാജ്യവിരുദ്ധ ശക്തികൾ എന്താ കാണിക്കുന്നത്? ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള പണി ചെയ്യുകയാണ്. എന്താ ഇവരുടെ സമരത്തിൻ്റെ സമരക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താ? ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് പുനഃപരിശോധിക്കണം, കാശ്മീർ പഴയ പോലെയാക്കണം, കാശ്മീർ പാകിസ്ഥാൻ്റെയാണ്. ഉമർ ഖാലിദ്, ദില്ലി കലാപത്തിന് നേതൃത്വം കൊടുത്ത ഉമർ ഖാലിദിനെ ജയിലിൽ നിന്ന് വിടണം, FCRA ഭേദഗതി പിൻവലിക്കണം. നോക്കൂ, ഇതൊക്കെ വിദ്യാർത്ഥികളുമായിട്ട് എന്താ ബന്ധം? എന്നിട്ട് ഇവർ പരസ്യമായി പ്ലക്കാർഡുകൾ പിടിക്കുന്നു, ഫക്ക് ഇന്ത്യൻ ആർമി. അപ്പോൾ സമരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? രാജ്യത്തെ ശിഥിലമാക്കുക എന്ന തരത്തിലേക്ക് സമരം മാറിയിരിക്കുന്നു. മോദി എന്നിട്ടും ഇങ്ങനെ ദയയോടെ, കരുണയോടെ ഇവരോട് ഇടപെടുകയാണ്. പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പക്ഷേ ഇന്നും 5 പോലീസുകാർക്ക് ഗുരുതരമായി ഞാൻ ഈ സംസാരിക്കുന്ന 11 മണിക്ക് പരിക്കേറ്റിട്ടുണ്ട്. മോദിയുടെ പേരെന്താ? ഫാസിസ്റ്റ്, മരണത്തിൻ്റെ വ്യാപാരി. സോണിയാഗാന്ധി വിളിച്ചതാ മരണത്തിൻ്റെ വ്യാപാരി. നരാധമൻ എന്ന് വിളിച്ച സിനിമാക്കാരുണ്ട് കേരളത്തിൽ. മോദി എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്? മോദി വന്നതിന് ശേഷം മോദിയെ തെറി പറഞ്ഞ, മോദിയുടെ അമ്മയ്ക്കും അച്ഛനും പറഞ്ഞ എത്ര പേരെ ജയിലിലടച്ചിട്ടുണ്ട്? ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ പോലും മുഖ്യമന്ത്രി വിമർശിച്ചാൽ ജയിലാണ്, കേസാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആർക്കും എന്തും പറയാം, എന്തു തെറിയും പറയാം. എന്നിട്ടോ മോദിയുടെ പേര് ഫാസിസ്റ്റ് അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മോദി എന്തിനാ? നിങ്ങളുടെ പേര് ഫാസിസ്റ്റ് എന്നാണ് മഹാനായ നരേന്ദ്രമോദിജി. നിങ്ങൾ ഫാസിസ്റ്റ് എന്നുള്ള മുഴുവൻ വാക്ക് പറയേണ്ട, ഫ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ആട്ടിപ്പായിച്ചൂടെ? ഫ എന്ന് പറഞ്ഞ് നമ്മൾ ആട്ടിപ്പായിക്കാറുണ്ട്. അത്തരം നടപടിയെങ്കിലും എടുക്കണ്ടേ? മോദി എന്താ ഗാന്ധി ആവുക? ഗാന്ധിക്ക് പഠിക്കുകയാണോ അതോ നെഹ്റു ആവാൻ പഠിക്കുകയാണോ? ഇതൊക്കെ ഒരുപാട് പ്രേക്ഷകർ എന്നോട് ചോദിക്കുന്നതാണ്. കാരണം സമരത്തിൻ്റെ ലക്ഷ്യം രാജ്യവിരുദ്ധതയാണെന്ന് വ്യക്തമായിട്ടും കർശന നടപടിയെടുക്കുന്നില്ല. കഴിഞ്ഞ 12 വർഷക്കാലം എന്തെല്ലാം കേസുകളുണ്ട്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VIP ഹെലികോപ്റ്റർ ഇടപാട്, ഇറ്റലിയിൽ നിന്ന് ഒരുപാട് രേഖകൾ കിട്ടിയിട്ടുണ്ട്. തൊട്ടിട്ടില്ല പതാപയെ. നാഷണൽ ഹെറാൾഡ് കേസ്, 1500 കോടിയോളം വരുന്ന അഴിമതി തെളിഞ്ഞു. അമ്മയും മോനും ജാമ്യം മേടിച്ച് പുറത്ത് നിൽക്കുക, തൊട്ടിട്ടില്ല. ആ ചെക്കൻ്റെ പൗരത്വം ബ്രിട്ടീഷ് പൗരത്വമാണ്, ബ്രിട്ടീഷ് പൗരനാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കേന്ദ്ര സർക്കാരിന് ബ്രിട്ടൻ UK കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. കോടതിയിൽ, അലഹബാദ് കോടതിയിൽ ചില രേഖകൾ ഹാജരാക്കി. തൊട്ടിട്ടില്ല. എത്ര കേസുകൾ തൊടുന്നില്ല? ഇത് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കൂ, നമ്മൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ നോക്കൂ. ദില്ലി കലാപം, ഷഹീൻ ബാഗിൽ CIA വിരുദ്ധ സമരം എന്ന് പറഞ്ഞ് വലിയ തോതിൽ ആരംഭിച്ച അക്രമാസക്തമായ കലാപത്തിൻ്റെ ഭാഗമായാണ് ദില്ലി കലാപം ഉണ്ടായ. ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടത്, ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥരെ വരെ കുത്തിക്കൊന്നു. അതുമായി ബന്ധപ്പെട്ട് ഷർജിൽ ഇമാമും ഉമർ ഖാലിദും ഒക്കെ ഇപ്പോഴും ജയിലിലാണ്. അവിടെ നിൽക്കട്ടെ. ഈ സമരം എങ്ങനെയായിരുന്നു? ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ വേണമെങ്കിൽ അവിടുത്തെ SHO, അവിടുത്തെ പ്രാദേശിക ഷഹീൻ ബാഗിൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള പ്രാദേശിക പോലീസ് ഓഫീസർക്ക് നല്ല ചുട്ട അടി കൊടുത്ത് പറപ്പിക്കാമായിരുന്നു ഈ സമരക്കാരെ. ചെയ്തില്ല. അവരവിടെ ഇരുന്ന് പെരുകി സമരം ഒക്കെ വഷളായി. എന്നിട്ടോ എങ്ങനെ സമരം അവസാനിച്ചു? കോവിഡ് വന്നതുകൊണ്ട് പിരിഞ്ഞുപോയി. മോദി, കരുണാമയനായ മോദി നോക്കി നിന്നു അല്ലേ? ഇത് മോദിയോടുള്ള വെറുപ്പോട്ടല്ല. അദ്ദേഹം ഇത്രത്തോളം കരുണ കാണിക്കേണ്ട. അദ്ദേഹത്തോട് കരുണയില്ല. അദ്ദേഹത്തെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കുഴിച്ചു മൂടാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളോടാണ് ഈ കരുണ മുഴുവൻ കാണിക്കുന്നത്. ഇനി നോക്കൂ, ആ ഷഹീൻ ബാഗ് സമരവുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞത്. തൊട്ടില്ലല്ലോ ആരെ. എന്തുകൊണ്ടാ?
മോദി ഭയപ്പെട്ടോ? ടൈംസ് ഓഫ് ഇന്ത്യയിൽ, ഹിന്ദുവിൽ, BBC-യിൽ, അൽ ജസീറിലൊക്കെ വാർത്ത വരും എന്ന് കരുതിയിട്ടാണോ മോദി ഒന്നും ചെയ്യാതിരുന്നത്? ആളുകൾ ചോദിക്കുകയാണ്. ആളുകൾ ചോദിക്കുന്നു, അവർ ട്രോളുമെന്ന് കരുതിയിട്ടാണോ? അല്ല ഇവരുടെ ആരെങ്കിലും സഹായം കൊണ്ടാണോ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്? ഈ നാട്ടിലെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ ഋഷിതുല്യനായ ഇന്ത്യയുടെ പ്രതീക്ഷയായ സ്വപ്നമായ വാഗ്ദാനമായ നരേന്ദ്രമോദി എന്നുള്ള മനുഷ്യനിലുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അചഞ്ചലമായി നിൽക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ മാധ്യമങ്ങളൊന്നും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടാക്കി കൊടുത്തതല്ല മോദിക്ക് ജനഹൃദയങ്ങളിലുള്ള പിന്തുണ. അവരാണ് മോദിയുടെ കരുത്ത്. അവർ ചോദിക്കുകയാണ്, എന്താണ് അങ്ങ് ചെയ്യുന്നത്? ഇവർ അങ്ങയുടെ ഭരണം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവർ സമ്മതിക്കുന്നുണ്ട്, ഞാനും സമ്മതിക്കുന്നു. അല്ല ഇപ്പോൾ നമ്മൾ മോദിയെ കുറ്റം പറയുകയാണ്. പക്ഷേ മോദി അധികാരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? ശരിയാണ്, ഓർക്കാൻ പോലും പറ്റില്ല, രാജ്യം ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ എന്താ നടക്കുന്നത്? ഈ പോലീസുകാരനെ അടിക്കുന്നത് രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ അടിക്കുന്നു. രാജേഷ് ഖന്നയാണോ അടിക്കുന്നത്? അല്ല, സിസ്റ്റത്തിനെയാണ് അടിക്കുന്നത്. പോലീസ് സംവിധാനം എന്ന് പറയുന്ന ഭരണകൂടത്തെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ ഭരണകൂടം പ്രതികരിക്കണം. ചിലപ്പോൾ അത് ഇത്തിരി ചോരയൊക്കെ വീഴും. കാരണം ഈ സമരങ്ങളുടെ ഇൻറ്റൻഷൻ, ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിന് ദയ കാണിക്കണം? എന്തിനാണ് മോദി അപ്പീസ്മെന്റ് മോഡിലേക്ക് പോകുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ഇന്നവർ പറയും. അത് അംഗീകരിച്ചു കൊടുത്താൽ നാളെ അമിത്ഷാ രാജിവെക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് മോദി രാജിവെക്കണം എന്ന് പറയും. ഇപ്പോഴേ പറയുന്നുണ്ട്. കീഴടങ്ങാൻ പാടില്ല സർക്കാർ, കീഴടങ്ങാൻ പാടില്ല. ഈ രാജ്യത്ത് എത്ര പരീക്ഷകളുടെ ചോദ്യപേപ്പർ തുറന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇനി നോക്കൂ, കർഷക സമരം നടന്നു. എന്തായിരുന്നു കർഷക സമരം? കർഷകരെ സഹായിക്കാനുള്ള സമരമാണ്. ചില വൻകിട കുത്തക കർഷകരുടെ മൊണോപ്പൊളി അവസാനിക്കുമെന്ന് വന്നപ്പോൾ അവർ ഇളക്കി വിട്ടത് സമരത്തെ ഖലിസ്ഥാൻവാദികളും കോൺഗ്രസ് അടക്കമുള്ളവരെ പിന്തുണച്ച് ഡൽഹിയിലേക്ക് ട്രാക്ടർ ഓടിച്ചു വന്നു. ചെങ്കോട്ടയിലെ ദേശീയ പതാക വരെ അഴിച്ച് കീറിക്കളഞ്ഞു. ആകാശത്തേക്ക് പോലും വെടിവെച്ചില്ല. ഒടുവിൽ എന്തു പറ്റി? നരേന്ദ്രമോദിക്ക് കീഴടങ്ങേണ്ടി വന്നു. കർഷക ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്നു. തോറ്റുപോയില്ലേ? ശരിയായ സമരം, ശരിയായ തീരുമാനമല്ലേ സർക്കാർ എടുത്തത്? മസിൽ പവർ കാണിച്ച് ഗുണ്ടായിസം കൊണ്ട് ഒരു സർക്കാരിനെ കീഴടക്കി. രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ടെങ്കിൽ ഒരു സർക്കാരിനെ വീഴ്ത്താൻ പറ്റില്ല. ഗുണ്ടകളെ ഗുണ്ടകളായി കൈകാര്യം ചെയ്യണം. ഇവിടെ കുറേ ആളുകളുണ്ട്, കുറേ മാധ്യമ പ്രവർത്തകർ, കേരളത്തിൽ ഉൾപ്പെടെ. യോഗേന്ദ്ര യാദവ്, രാജ്ദീപ് സർദേശായി പിടിച്ചകത്തിടണം. എന്താ കുഴപ്പം? രാജ്യത്തിനെതിരെ ജനങ്ങളെ തെരുവിലിറക്കുന്ന, തെമ്മാടിത്തരം കാണിക്കുന്ന മാധ്യമ പ്രവർത്തകരാവട്ടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാവട്ടെ, പിടിച്ച് അറസ്റ്റ് ചെയ്യണം. കേന്ദ്രത്തിനും പറ്റും. NIA ഒക്കെ എന്നാത്തിനാ പിന്നെ? എന്നിട്ട് ഇവർ വേണം കേസ് നടത്തി ഇറങ്ങി വരട്ടെ. അതുകൊണ്ട് അവരുടെ ഇമേജ് ഒന്നും കൂടാൻ പോകുന്നില്ല. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ ആന്റി സോഷ്യൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മലയാളത്തിലെ എത്രയോ മാധ്യമ പ്രവർത്തകരാണ് ചെയ്യുന്നത്. ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ പറയുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ പണ്ട് ഗ്രഹാം സ്റ്റൈൻസിനെ കൊന്ന സമയത്ത് ബജരംഗ് ദളിന്റെ നാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ സംഭവമില്ല. ABVP-യിലൂടെ വന്ന് ഒഡീഷയിൽ MLA ആയി വന്ന ആളാണ്. RSSന്റെ പൂർണ്ണ സമയ പ്രചാരകനുമായിരുന്നില്ല ധർമ്മേന്ദ്ര പ്രധാൻ. എന്തിനാണ് ഗ്രഹാം സ്റ്റൈൻസ് കൊല്ലപ്പെടുന്ന സമയത്ത് ബജരംഗ് ദളിന്റെ നാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് ഇയാൾ പറയുന്നത്? ഇയാൾ റെഫർ ചെയ്യാതെ പറയുന്നതല്ല, മനഃപൂർവ്വം ഇതിനകത്തൊരു വർഗീയ എലമെന്റ് കൂടെ കലർത്താൻ വേണ്ടി ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മാധ്യമ ഗുണ്ട ഏഷ്യാനെറ്റ് ചാനലിലൂടെ ഇന്നലെ പറഞ്ഞ കള്ളമാണ്. അവിടെ തൊട്ട് അയാളെ മുതൽ ഡൽഹിയിലിരിക്കുന്നവന്മാരെ പിടിച്ച് അകത്തിടണം. ഒരു ദിവസം. പേര് നിങ്ങളുടെ ഫാസിസ്റ്റ് എന്തല്ലേ? ഫാസിസ്റ്റ് ഇതിപ്പോൾ പേരുമായി കൊച്ചുമില്ല എന്ന് പറഞ്ഞ പോലെയായി നരേന്ദ്രമോദിയുടെ അവസ്ഥ. നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ഭീകരനാണ്. സകലരും തെറി പറയുകയാണ് നരേന്ദ്രമോദി. സത്യത്തിൽ എനിക്ക് സങ്കടം വരുന്നുണ്ട്. പിണറായി വിജയനെ ഒന്ന് തെറി പറഞ്ഞാൽ, VD സതീശനെ ഒന്ന് പുറത്തിറങ്ങി പരസ്യമായി തെറി പറഞ്ഞ് 2 പോസ്റ്റ് ഇട്ട് നോക്കൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണമെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ ഇവിടുത്തെ വിവരദോഷികളായ കുറേ ആളുകൾക്ക് പറ്റുന്നു. തുണ്ടമായി മുറിക്കും പ്രധാനമന്ത്രി എന്താ പറയുക? ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ രക്തം തിളയ്ക്കുന്നുണ്ട്. എന്നോട് പ്രേക്ഷകർ വിളിച്ച് പറയുകയാണ്, സത്യമാണ്. നമ്മുടെ ഈ അശോക സ്തംഭത്തിലെ സിംഹങ്ങളുണ്ടല്ലോ, സിംഹങ്ങളുടെ ചിത്രം രൂപം നമ്മൾ ഗർജിക്കുന്ന സിംഹങ്ങളാക്കി മാറ്റി. അങ്ങനെ ചിത്രത്തിൽ, അടയാളത്തിൽ, മുദ്രയിൽ മാത്രം ഗർജിച്ചാൽ പോരാ മോദിജി.
അങ്ങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹിമാലയത്തിൽ പോകാനിരിക്കുന്നു. രാജ്യം എന്നും ഓർമ്മിക്കപ്പെടണം അങ്ങേ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല കാര്യമാണ്. അങ്ങേപോലെ ഒരാളെ ഇന്ത്യക്ക് കിട്ടിയത് ഭാരതീയരുടെ ഭാഗ്യമാണ്. പക്ഷേ അങ്ങ് എത്ര നല്ല കാര്യം ചെയ്താലും അങ്ങേ അംഗീകരിക്കത്തില്ല ഇവിടുത്തെ യഥാർത്ഥ വർഗീയവാദികൾ, ഇവിടുത്തെ യഥാർത്ഥ ഫാസിസ്റ്റുകൾ. അങ്ങേ അംഗീകരിക്കത്തില്ല. അങ്ങയുടെ ചോരയ്ക്ക് വേണ്ടി, അങ്ങയുടെ ജീവന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ 12 വർഷമായി സഹനം സഹനം സഹനം, സഹാനുഭൂതി, കരുണ കരുണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി ഈ രാജ്യത്ത് കലാപമുണ്ടാക്കി രാജ്യത്തെ വിഭജിക്കാൻ, ജനാധിപത്യപരമായി അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ വീണ്ടും 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 പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും മോദി അങ്ങ് ഈ സ്വാത്വികനായിട്ടിരിക്കണം. ഈ പ്രേക്ഷകർ അങ്ങയുടെ ആരാധകരാണ്, അങ്ങയുടെ ഭക്തരാണ്, മോദി ഭക്തരാണ്. അവരുടെ ചോദ്യം അങ്ങ് എപ്പോഴെങ്കിലും കേൾക്കുമോ? അങ്ങ് ഫാസിസ്റ്റ് ആണെന്നേ, അങ്ങയെ ഫാസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു വെടിവെപ്പ് ആകാശത്തേക്ക് പോലും നടന്നില്ല. ആളുകളെ വെടിവെച്ച് കൊല്ലാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങയുടെ കയ്യിൽ അധികാരമുണ്ട്. ഒരാളെയും ഉപദ്രവിക്കേണ്ട. ഇന്നലെ മീഡിയ 1 എന്ന് പറയുന്ന ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ പറയുകയാണ്, ചെറുപ്പക്കാർ അവർക്ക് ഭയമില്ല. സത്യം പറഞ്ഞാൽ നീറ്റ് എന്താണെന്നറിയാത്ത, CBSE എന്താണെന്നറിയാത്ത, 10ാം ക്ലാസ് പാസ്സാവാത്ത കുറേ ആളുകളെ ഓരോ കോളനിയിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഉടുപ്പിടിച്ച് സമരത്തിന് ഇറക്കിയിരിക്കുക. രണ്ടക്കത്തിൽ തികയാനുള്ള നീറ്റ് പരീക്ഷ എഴുതിയവർ അവിടെ ഇല്ല. സത്യമാണ്. മഹാഭൂരിപക്ഷവും നീറ്റ് പരീക്ഷ എഴുതിയവരല്ല. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇവിടെ വന്ന് സമരം എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഈ കഴിഞ്ഞ 2026 നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 2ാം റാങ്ക് കിട്ടിയ ചെറുപ്പക്കാരനാണ് പൻഷുൽ ബൻസാൽ എന്നാണ് പേര്. പൻഷുൽ ബൻസാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞാനെന്തിനീ സമരത്തിന് പോകണം, പരീക്ഷ മാറ്റിവെച്ചു, ഞാൻ പകരം വീട്ടിലിരുന്ന് പഠിച്ചു, എൻ്റെ മാർക്കും എൻ്റെ സ്കില്ലും എൻ്റെ സ്കോറും കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെയും അത്രയും സമയം നീട്ട് കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും പഠിച്ചപ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ 2ാം റാങ്ക് കിട്ടി. ഇതല്ലേ ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ പ്രശ്നം? അപ്പോൾ വിദ്യാർത്ഥികളുടെ സമരം എന്ന പേരിൽ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ, ഈ നിർണായകമായ പാർലമെന്റ് സെഷൻ മൺസൂൺ സമ്മേളനം നടക്കാതിരിക്കാൻ, ഈ സർക്കാരിനെ ഈ സമ്മേളനത്തിനപ്പുറത്തേക്ക് തുടരാൻ അനുവദിക്കാതിരിക്കാൻ, മോദിയെ വീഴ്ത്താൻ നടത്തുന്ന സമരമാണിത്. അതിനോട് കരുണ, സഹാനുഭൂതി, ദയ എന്തിനാണ്? അവർക്കിതൊന്നുമില്ല. അങ്ങയെ കിട്ടിയാൽ അവർ ജീവനോടെ കത്തിക്കും. മോദിജി, അവരോട് എന്തിനാണ് അങ്ങ് ഇത്ര കരുണയോടെ ഇനിയും പെരുമാറുന്നത്? രാജ്യം ഇതിന് വലിയ വില കൊടുക്കുകയാണ് എന്ന് എൻ്റെ പ്രേക്ഷകർ പറഞ്ഞത് ഞാൻ നരേന്ദ്രമോദി കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രേക്ഷകരെ, നിങ്ങളുടെ വികാരം എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ നൽകുന്ന ശക്തിയാണ് ഇന്ത്യ ലൈവ് ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തോട് പറയുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യ തുണ്ടമായി മുറിഞ്ഞു പോകുമായിരുന്നു. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറുമായിരുന്നു. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അടിമകളായി മാറുമായിരുന്നു. രാജ്യം കൊള്ളക്കാർ ഭരിക്കുമായിരുന്നു. ഒരു തർക്കവുമില്ല. പക്ഷേ ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിച്ച ഒരു സർക്കാരാണ് BJP സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ. അതിനെ അട്ടിമറിക്കാൻ തുലവും 10% പോലും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ പണം പറ്റി ഇസ്ലാമിക ശക്തികളുടെ പ്രേരണയോടെ നടത്തുന്ന ഒരു സമരത്തിന് നേരെ ഇനിയും കൈയും കെട്ടി നിൽക്കരുത്. നടപടിയെടുക്കണം, അറസ്റ്റ് ചെയ്യണം, ജയിലിലടക്കണം, UAPA ചുമത്തണമെങ്കിൽ ചുമത്തണം, കിടക്കട്ടെ ജയിലിൽ. വെടിവെച്ച് കൊല്ലാനൊന്നുമല്ല പറയുന്നത്. പോലീസുകാരെ തല്ലിയാൽ അത് സിസ്റ്റത്തെ തല്ലലാണ്. സിസ്റ്റം എന്നാൽ സർക്കാരാണ്. ഇത് VD സതീശനും നരേന്ദ്രമോദിയും ഓർമ്മിക്കേണ്ടതാണ്. ഇത് നരേന്ദ്രമോദിയോടുള്ള സ്നേഹ വായ്പ കൊണ്ട് പറയുന്നതാണ്. പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദിയെ ഞങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്നു. നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും മോദി ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് വലിയ ക്ഷോഭമുണ്ട്. ഇല്ലെങ്കിൽ, സർക്കാർ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ജനം, നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ജനം തെരുവിലിറങ്ങി ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന നാൾ വന്നുകൂടായികയില്ല. ഏതായാലും
മോദി ഇതും അടുത്തു, അങ്ങ് ഇച്ചിരിയെങ്കിലും ഒന്ന് ഫാസിസ്റ്റ് ആകുക, കുറച്ച് മതി, ഒരു കഴമ്പ്, ഒരു തരിക്ക്. ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിലാഷമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചില അപ്രിയ സത്യങ്ങളും ഉറക്കെ പറയേണ്ടി വരും. നിങ്ങൾ ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ചെയ്യുക.